ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഫോർത്ത് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആയ ലോ ഓഫ് പ്രൊഡക്ഷൻ ആണ്. അതിന് ഫസ്റ്റ് നമ്മൾ പറയുന്നത് നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻപുട്സ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. എന്താണ് ഫിക്സഡ് ഇൻപുട്ടും പിന്നെ എന്താണ് വേരിയബിൾ ഇൻപുട്ടും അല്ലേ. നമുക്ക് വേരിയബിൾ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഉദാഹരണമാണ് ലേബർ പിന്നെ പവർ, ഫ്യൂവൽ ആൻഡ് റോ മെറ്റീരിയൽസ് എന്താണ് വേരിയബിൾ ഫാക്ടേഴ്സിന് എക്സാമ്പിൾ ആണ് അല്ലേ. അതെന്താ വേരിയബിൾ ആണ് അല്ലേ, ചേഞ്ച് ചെയ്യാൻ പറ്റണം അതല്ലേ. അപ്പൊ അടുത്തത് ഫിക്സഡ് ഫാക്ടർ പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. ബിൽഡിങ്, ക്യാപിറ്റല്, എക്യുപ്മെന്റ്സ് അതൊക്കെ എന്താണ് ഫിക്സഡ് ഫാക്ടർ ആണ്. ഇനി ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്താന്ന് നോക്കാം. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു വൺ വേരിയബിൾ ഫാക്ടർ പിന്നെ ബാക്കിയുള്ളത് വെച്ചിട്ട് മാക്സിമം ഔട്ട്പുട്ട് കൂട്ടാൻ അല്ലെങ്കിൽ കിട്ടാൻ നമ്മൾ എന്താണ് ശ്രമിക്കുക അല്ലെ. അതാണ് എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. അതായത് ഇത് പിന്നെ വേറൊരിതുണ്ട്, ഇത് ഷോർട്ട് റൺ റിലേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അതായത് ഇത് ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ആണ്. എന്ത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എന്താണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ആണ്. അതായത് ഇതില് നമ്മൾ എന്താണ് ഒരു വൺ വേരിയബിൾ ഫാക്ടർ ഉണ്ടായിരിക്കും പിന്നെ ബാക്കിയുള്ളതിനെ വെച്ചിട്ട് എന്താണ് മാക്സിമം ഔട്ട്പുട്ട് കിട്ടാൻ ശ്രമിക്കും. അതാണ് ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ പറയുന്നത്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് വെച്ചാൽ അതൊരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അതായത് ഷോർട്ട് റണ്ണിൽ മാത്രമാണ് അത് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കുറച്ച് അസംഷൻസ് നോക്കാം അല്ലെ. അതായത് കോൺസ്റ്റന്റ് ടെക്നോളജി ആയിരിക്കും അല്ലെ. ദി ടെക്നോളജി യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഈസ് ഗിവൺ ആൻഡ് ഡസ് നോട്ട് ചേഞ്ച് അല്ലെ. എന്താണ് ടെക്നോളജി എന്താണ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി ഫാക്ടർ പ്രൊപ്പോർഷൻസ് ആർ വേരിയബിൾ അല്ലെ. അവിടുത്തെ ആ ഫാക്ടേഴ്സ് എന്താണ് വേരിയബിൾ ആയിരിക്കും അല്ലെ. അതായത് ദി ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അസ്യൂംസ് ദാറ്റ് ദി പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ഈസ് യൂസ്ഡ് ടു വേരിയബിൾ അല്ലെ. ഇൻപുട്ട് എന്താണ് വേരിയബിൾ ആയിരിക്കും. ഇനി അടുത്താണ് ഷോർട്ട് റൺ. അസംഷനിൽ ഒന്നാണ്, വേറൊന്നാണ് ഷോർട്ട് റൺ. അതായത് ഇത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഷോർട്ട് റണ്ണിൽ മാത്രം പറ്റുന്നതാണ്. അതായത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് എന്ത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അതിന്റെ 3 സ്റ്റേജസ് നോക്കാം. അപ്പൊ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ലാൻഡ്, ലേബർ, ടോട്ടൽ പ്രൊഡക്റ്റ്, AP, MP അല്ലെ. നമുക്കറിയാം AP കാണാനുള്ള ഇക്വേഷൻ Q/L ആണ്. MP കാണാനുള്ള ഇക്വേഷൻ ΔQ/ΔL ആണ്. ഇനി നമുക്ക് ഇതിന്റെ കർവിലെ സ്റ്റേജസ് അല്ലെ, ആ ഗ്രാഫിക്കിലെ 3 സ്റ്റേജസ് പഠിക്കാം. ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ് നമ്മള് ഈ TP ഇൻക്രീസ് ചെയ്യുന്ന ആ ഭാഗത്താണ് നമ്മുടെ MP എന്താണ് മാക്സിമം ലെവലില് എത്തിച്ചേർന്നത് അല്ലെ. അതായത് MP ഗ്രേറ്റർ ദാൻ AP. അപ്പൊ TP എന്താ ഇൻക്രീസ് ചെയ്തു. അതായത് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് TP കർവ് increases at an increasing rate until MP is maximum അല്ലെ. അതായത് TP കർവ് ഇൻക്രീസിങ് റേറ്റ് അല്ലെ. ആ ഇൻക്രീസിങ് റേറ്റിലാവുമ്പോൾ MP എന്താണ് മാക്സിമം ആണ്. അപ്പൊ ഇവിടെ MP എന്താ ഗ്രേറ്റർ ദാൻ AP ആണ് അല്ലെ. അതായത് AP-നേക്കാൾ വലുതായിട്ട് നിൽക്കുന്നത് അല്ലെ, മോളിക്കായിട്ട് നിൽക്കുന്ന MP കർവാണ് അല്ലെ. ഇനി സെക്കൻഡ് സ്റ്റേജിൽ നോക്കുകയാണെങ്കിൽ MP ലെസ് ദാൻ AP. അതായത് AP വലുതും MP എന്താണ് കുറവാണ്. അപ്പൊ അതാണ് സെക്കൻഡ് സ്റ്റേജ്. ഇനി തേർഡ് സ്റ്റേജിൽ എന്താണ് MP എന്താണ് നെഗറ്റീവ് ആണ് അല്ലെ. MP എന്താണ് തേർഡ് സ്റ്റേജില് MP നെഗറ്റീവ് ആണ്. AP എന്താണ് ഡിക്ലൈൻ ചെയ്യുന്നത്, താഴത്തേക്ക് വന്നു അല്ലെ. അവിടെ ഡിക്രീസ് തന്നെയാണ് കാണുന്നത്. നമ്മുടെ TP ആയാലും എന്താണ് ഫോൾ ചെയ്യാണ് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൽ പറയുന്നത് MP ഈസ് മാക്സിമം. അപ്പൊ അവിടെ എന്താണ് TP ഇൻക്രീസസ് അല്ലെ. സെക്കൻഡ് സ്റ്റേജിൽ എന്താണ് ദി മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ലെസ് ദാൻ ആവറേജ് പ്രൊഡക്റ്റ്. ഇനി തേർഡ് സ്റ്റേജിൽ എന്താണെന്ന് വെച്ചാൽ തേർഡ് സ്റ്റേജില് ദി സ്റ്റേജ് ബിഗിൻസ് ബിയോണ്ട് ദി പോയിന്റ് R അല്ലെ. എവിടുന്നാണ് തുടങ്ങുന്നത് പോയിന്റ് R നിന്ന് തുടങ്ങുന്നു. തേർഡ് സ്റ്റേജ് R നിന്ന് തുടങ്ങുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേജ് എങ്ങനെയായിരുന്നു EQ അല്ലെ.
Q വരെ. ഇനി സെക്കൻഡ് സ്റ്റേജ് Q തൊട്ടിട്ട് R വരെ. തേർഡ് സ്റ്റേജ് R തൊട്ട് തുടങ്ങുന്നു. ഇനി ദി ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ സെറ്റ്സ് ഇൻ ദി തേർഡ് സ്റ്റേജ്. ആ തേർഡ് സ്റ്റേജ് എന്താണ്? ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സെറ്റ്സ്. അതായത് ഈ സ്റ്റേജിൽ ഫേംസ് വിൽ നോട്ട് പ്രൊഡ്യൂസ്, അതായത് അവിടെ എന്താണ്, അവര് പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രിഫർ ചെയ്യില്ല. അതായത് ദി ഫേം വിൽ നോട്ട് പ്രിഫർ ടു പ്രൊഡ്യൂസ് എനിത്തിങ്. അവർ അധികം ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് എന്താണ് കഴിയില്ല, അതായത് പ്രിഫർ ചെയ്യില്ല. കാരണം എന്താണ്? ടോട്ടൽ പ്രൊഡക്റ്റ് ഫോൾ ചെയ്യുന്നുണ്ട്. മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് സ്റ്റേജിലാണ്. AP ആയാലും നെഗറ്റീവ് സ്റ്റേജിലാണ്. അപ്പൊ ഇതിൽ ഏറ്റവും നല്ല ബെറ്റർ സ്റ്റേജ് പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് ആണ് അല്ലെ. സെക്കൻഡ് സ്റ്റേജ് ആണ് ഒരു നമ്മൾ മോസ്റ്റ് റെലവൻറ്റ് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റേജ് സെക്കൻഡ് ആണ്. അതായത് ഒരു റേഷണൽ പ്രൊഡ്യൂസർ വിൽ പ്രൊഡ്യൂസ് ഓൺലി സെക്കൻഡ് സ്റ്റേജ്. അതായത് ഒരു റേഷണൽ പ്രൊഡ്യൂസർ എപ്പോഴും സെക്കൻഡ് സ്റ്റേജ് ആണ് ചൂസ് ചെയ്യുക. അതായത് 3ഉം 1ഉം എന്ത് ചെയ്യില്ല, ചൂസ് ചെയ്യില്ല. അതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഡ്യൂറിംഗ് ദിസ് ടൈം ദി പ്രൊഡ്യൂസർ വിൽ വാണ്ട് ടു ഗെറ്റ് മാക്സിമം എഫിഷ്യൻസി ഫ്രം ദി ഇൻപുട്ട് ഫോർ വിച്ച് ഈസ് ആക്ച്വലി പേയിങ് ലേബർ, ദാറ്റ് ഈസ് ലേബർ. അതായത് നമുക്ക് ഈ 3 സ്റ്റേജിലും ഏറ്റവും ബെറ്റർ ആയത് ഇതാണ്. കാരണം ഒരു റേഷണൽ പ്രൊഡ്യൂസർ ആണെങ്കിൽ അദ്ദേഹത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ആ സ്റ്റേജ് ഏതാണ്? സെക്കൻഡ് സ്റ്റേജ് ആണ്. അതാണ് അതിൽ പറയുന്നത്. അപ്പൊ നമ്മള് ഈ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തതിൽ നമുക്ക് മനസ്സിലായി ഇതല്ലേ, TP ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് MP പറയുന്ന മാക്സിമം ലെവലാണ്. ഫസ്റ്റ് സ്റ്റേജിൽ MP ഗ്രേറ്റർ ദാൻ AP ആണ്. സെക്കൻഡ് സ്റ്റേജിൽ MP ലെസ് ദാൻ AP ആണ് അല്ലെ. AP വലുതും MP കണ്ടോ ഇവിടെ എങ്ങനെയാണ്. അപ്പൊ തേർഡ് സ്റ്റേജില് നമ്മുടെ MP എന്താണ്? തേർഡ് സ്റ്റേജിൽ എന്താവുന്നു? നെഗറ്റീവ് ആയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ പഠിച്ചത് എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേജിൽ TP ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതായത് TP ഇൻക്രീസിങ് റേറ്റിലാവുമ്പോൾ എന്താണ്? MP മാക്സിമം പോയിന്റിലാണ് നിൽക്കുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേജിൽ എന്താണ്? സെക്കൻഡ് സ്റ്റേജില് E എന്ന പോയിന്റിലെ AP എന്ത് ചെയ്യുന്നു? ഫോൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. സെക്കൻഡ് സ്റ്റേജില് ബെസ്റ്റ് പോസിബിൾ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ TP കണ്ടിന്യൂസ് ടു റൈസ് at a diminishing rate അല്ലെ. TP continues to rise at a diminishing rate. AP and MP declines in second stage. APയും MPയും എന്ത് ചെയ്യാണ്? ഡിക്ലൈൻ ചെയ്യാണ്. അതായത് ഇവിടെ TP പറയുന്നത് ഒരു ഡിമിനിഷിംഗ് റേറ്റിലാണ് അല്ലെ. ആ TP കണ്ടിന്യൂസ് റൈസ് ടു ഡിമിനിഷിംഗ് റേറ്റ്. ആ ഡിമിനിഷിംഗ് റേറ്റിലേക്ക് അത് മൂവ് ചെയ്യാണ് TP. എന്നാൽ MPയും APയും എന്ത് ചെയ്യാണ്? ഡിക്ലൈൻ ചെയ്യാണ് സെക്കൻഡ് സ്റ്റേജിൽ ചെയ്യുന്നത് അല്ലെ. ഈ സ്റ്റേജിൽ MPയും APയും എന്ത് ചെയ്യാണ്? ഡിക്ലൈൻ ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ തേർഡ് സ്റ്റേജിൽ TP ഡിക്ലൈൻസ്. TP എന്ത് ചെയ്യുന്നു? ഡിക്ലൈൻ ചെയ്യുന്നു. AP ഓൾസോ ഫോൾസ്. MP ബിക്കംസ് നെഗറ്റീവ് അല്ലെ. TP ഡിക്ലൈൻ ചെയ്യുന്നു, AP ഫോൾസ്, MP ഈസ് നെഗറ്റീവ് അല്ലെ. TP എന്ത് ചെയ്യുന്നു? ഡിക്ലൈൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫോൾ ചെയ്യുന്നുണ്ട്. MP ബിക്കംസ് നെഗറ്റീവ്, AP ഈസ് ഡിക്ലൈൻ അല്ലെ. അപ്പൊ തേർഡ് സ്റ്റേജിൽ TP ഡിക്ലൈൻസ്, AP ഈസ് ഫോൾസ്, MP ബിക്കംസ് നെഗറ്റീവ്. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞു, സെക്കൻഡ് സ്റ്റേജ് പറഞ്ഞു, തേർഡ് സ്റ്റേജ് പറഞ്ഞു. ഒരു ഈ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഒരു റേഷണൽ പ്രൊഡ്യൂസർ സെലക്ട് ചെയ്യുക സെക്കൻഡ് സ്റ്റേജ് ആണ് അല്ലെ. സെക്കൻഡ് സ്റ്റേജ് ആണ് ഒരു റേഷണൽ പ്രൊഡ്യൂസർ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് സ്റ്റേജിലെ MP ഗ്രേറ്റർ ദാൻ AP ആണ്. സെക്കൻഡ് സ്റ്റേജില് MP ലെസ് ദാൻ AP ആണ്. തേർഡ് സ്റ്റേജില് എന്താണ്? TP ഫോൾ ചെയ്യുന്നു, AP ഡിക്ലൈൻ ചെയ്യുന്നു, MP പറയുന്നത് നെഗറ്റീവ് ആണ്. അങ്ങനെയാണ് അതിൽ കാണുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ends when average product is made equal to marginal product. The second stage is best possible stage of production. ഇനി തേർഡ് സ്റ്റേജിൽ എന്താ ഉണ്ടാവുന്നത്? TP declines, AP also falls and MP is negative. അപ്പൊ ഇതാണ് ഈ 3 സ്റ്റേജസിൽ പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഏറ്റവും ചൂസ് ചെയ്യുക സെക്കൻഡ് സ്റ്റേജ് ആണ്. ഇനി അടുത്തത് പറയാൻ പോകുന്നതാണ് ഐസോകോണ്ട്. ഐസോകോണ്ട് എന്ന് വെച്ചാൽ
അത് ഡിറൈവ് ചെയ്തിരുന്ന ഗ്രീക്ക് വേർഡ് നിന്നും ലാറ്റിൻ വേർഡ് നിന്നാണ്. അതായത് ഗ്രീക്ക് വേർഡ് ഐസോ മീൻസ് ഈക്വൽ എന്നും ലാറ്റിൻ വേർഡ് ആയ കോണ്ടസ് മീൻസ് ക്വാണ്ടിറ്റി എന്നാണ്. അപ്പൊ ഐസോ കോണ്ട് അർത്ഥമാകുന്നത് ഈക്വൽ ക്വാണ്ടിറ്റി എന്നാണ്. അപ്പൊ ഈ ഐസോ കോണ്ട് ആർ കർവ്സ് ഷോയിങ് ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ് ദാറ്റ് ഗിവ് us എ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതായത് പോസിബിൾ ആയിട്ടുള്ള എല്ലാ കോമ്പിനേഷൻസ് ആയിട്ടുള്ള ഇൻപുട്ട് നമുക്ക് തരുന്നത് എന്താണ്? സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ്. അതാണ് എന്ത് പറയുന്നത്? ഐസോകോൺ കർവ് ഷോ ചെയ്യുന്നത്. അതായത് ഇവിടെ നോക്കുക, അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. അതിൽ നമ്മൾ ഓരോ പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷനിലും നമുക്ക് കിട്ടുന്നത് എന്താണ്? സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ്. അതാണ് ഐസോകോണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഐസോകോണ്ട് എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഇറ്റ് ഈസ് എ കർവ് എന്താണ് ഷോ ചെയ്യുന്നത്? ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് ഗിവ്സ് us എ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ഇൻപുട്ട്, അതായത് ഒരു ഇൻപുട്ടിൽ കുറച്ചിട്ട് മറ്റൊരു ഇൻപുട്ട് കൂട്ടുക, അല്ലെങ്കിൽ ഈ ഇൻപുട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരു ഇൻപുട്ട് കുറയ്ക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യുമ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. അത് ആ ഔട്ട്പുട്ട് പറയുന്നത് സെയിം ലെവലായിരിക്കും. ആ ഔട്ട്പുട്ടിൽ എന്താ മാറ്റം ഉണ്ടാവില്ല. ഈ ഇൻപുട്ട് കുറച്ച് മറ്റൊന്ന് കൂട്ടുകയോ അല്ലെങ്കിൽ ഈ ഇൻപുട്ട് കൂട്ടി മറ്റൊന്ന് കുറയ്ക്കുകയോ ചെയ്യുമ്പോഴും ആ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യില്ല? മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ആ റേറ്റിനെയാണ് എന്ത് ചെയ്യുക? റേറ്റിനെയാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഫാക്ടർ യൂസ് ചെയ്യാൻ വേണ്ടി മറ്റൊരു ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് ഒരു ഫാക്ടർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ, ഒരു ഇൻപുട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ഇൻപുട്ട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, അല്ലെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആ റേറ്റിനെയാണ് എന്ത് പറയുക? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഒന്നും കൂടി പറയാണ്. അതായത് നമ്മളിപ്പോ ഒരു ഇൻപുട്ട് കൂട്ടുക, അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് കൂട്ടി വിചാരിക്കുക, അപ്പൊ മറ്റൊരു ഇൻപുട്ട് കുറച്ചു, അല്ലെ. അതായത് ഒരു ഇൻപുട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വേരിയബിൾ ഒരു ഫാക്ടർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെയാണ് ചെയ്യുന്ന ആ റേറ്റിനെയാണ് എന്ത് പറയുക? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. ഒരു ഫാക്ടർ യൂസ് ചെയ്യാൻ വേണ്ടി മറ്റൊരു ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആ റേറ്റിനെയാണ് എന്ത് പറയുക? മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. ഈ മാർജിൻ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നത് ഓൾവേസ് മെഷേർഡ് അറ്റ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. അതെന്താണ്? ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പൊ ഈ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ മൈനസ് ഓഫ് ചേഞ്ച് ഇൻ ഈക്വൽ ഇൻപുട്ട് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ലേബർ ഇൻപുട്ട്. അതായത് മൈനസ് ഓഫ് ചേഞ്ച് ഇൻ ക്യാപിറ്റൽ ഇൻപുട്ട് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ലേബർ ഇൻപുട്ട്. അതായത് ദി ഷേപ്പ് ഓഫ് ദി ഐസോകോണ്ട് ഈസ് കോൺവെക്സ് ടു ദി ഒറിജിൻ. ഐസോകോണ്ട് എന്തായിരിക്കും? കോൺവെക്സ് ടു ദി ഒറിജിൻ ആയിരിക്കും. വിച്ച് ടെൽ us that we want to use one more unit of labor, we should less capital when the isoconds are state that the marginal rate of technical substitution is constant. അതായത് ഐസോകോൺസ് ആർ അപ്പൊ എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. മാർജിനൽ ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് എ കോൺസ്റ്റന്റ്. മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ഓൾവേസ് മെഷേർഡ് ആസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ടാണ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെഷർ ചെയ്യുക. അപ്പൊ ഈ MRTS കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് ഓഫ് ചേഞ്ച് ഇൻ ക്യാപിറ്റൽ ഇൻപുട്ട് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ലേബർ ഇൻപുട്ട്. അതായത് മൈനസ് ഓഫ് ഡെൽറ്റ കെ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ. അതായത് ഇതെന്താണ്? ഫിക്സഡ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആയിരിക്കും. ഇപ്പൊ നമ്മള് ദി ഷേപ്പ് ഓഫ് ഐസോകോണ്ട് ഈസ് കോൺവെക്സ് ടു ദി ഒറിജിൻ ആണെന്ന് പറഞ്ഞു. വിച്ച് ടെൽ us that if you want to use one more unit of labor we should use less capital ആണെങ്കിൽ when the isoconds are എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം ഓരോ സ്റ്റേജിലും എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഓരോ സ്റ്റേജിലും അതെന്താണ്? ഇങ്ങനെ സാക്രിഫൈസ് ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ്, ലൈക്ക് സാക്രിഫൈസ് ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ്. ആ റേറ്റ് എന്താണ്? മാർജിനൽ ആ റേറ്റ് ഇങ്ങനെ താഴേക്ക് വരുന്നതോറും എന്താണ്? കുറഞ്ഞിട്ട് വരികയാണ്, അല്ലെ. മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ അതായത് ഓരോ സ്റ്റേജിലും എന്താണ്? കുറയാണ് ചെയ്യുന്നത്. ഡിമിനിഷിങ്. അപ്പൊ അതെന്താണ്? അവിടെ ഡിമിനിഷിങ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഓരോ സ്റ്റേജിലും എന്താണ്? കുറഞ്ഞു വരികയാണ്, അല്ലെ. അതായത് ആ സാക്രിഫൈസ് ചെയ്യുന്ന ടെൻഡൻസി എന്താണ്? അവിടെ കുറയാണ് ചെയ്യുന്നത്. ആ അതിനെയാണ് എന്ത് പറയുക? ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. ഇനി അടുത്തതാണ്
ഇതിലൊന്ന് പറയാറുണ്ട് എന്താന്ന് വെച്ചാൽ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ടു ഇൻപുട്സ് ഈക്വൽ ടു ദി അല്ലെ ആ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആ ഇൻപുട്ടുകളിൽ അതായത് ടു ഇൻപുട്ടുകളിലുള്ള മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്തിന് ഈക്വൽ ആവും? ദി റേഷ്യോ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ഇൻപുട്സ് അതായത് MRTS അല്ലെ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ലാൻഡോ ക്യാപിറ്റലോ ആണെങ്കിൽ ഈക്വൽ ടു MPL ഡിവൈഡഡ് ബൈ MPK അതിന്റെ റേഷ്യോയ്ക്ക് തുല്യമായിരിക്കും എന്നാണ് പറയുക. അതായത് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ അല്ലെ അതായത് നമ്മൾ എന്തിന് ഈക്വൽ ആവും? ദി റേഷ്യോ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദി ഇൻപുട്സ് MRTS LK is equal to MPL divided by MPK. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് ഐസോകോണ്ട് മാപ്പ്. When a number of isocones are combined in a single graph അതായത് ഈ ഐസോകോണ്ടുകളെല്ലാം കൂടിയിട്ട് ഒരു സിംഗിൾ ഈ മൊത്തം അല്ലെ നമ്പർ ഓഫ് കൂടുതൽ അതായത് ഒരു സെറ്റ് ഓഫ് ഐസോകോൺസ് ആർ റെപ്രസെന്റഡ് ഇൻ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്ത് പറയും? ഐസോകോണ്ട് മാപ്പ് എന്ന് പറയും. അതായത് when a number of isocones are combined in a single graph അല്ലെ ആ കൂട്ടത്തോടെ ആ സിംഗിൾ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്താ പറയാ? ഐസോകോണ്ട് മാപ്പ് എന്ന് പറയും. ഈ ഐസോകോണ്ട് മാപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് ഡിഫറെന്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ആസ് വി മൂവ് അപ്പ് ആൻഡ് ടു റൈറ്റ് ഇൻ ദി ഫിഗർ. അതായത് ഇങ്ങനെ ഐസോകോണ്ട് മാപ്പിൽ നമ്മൾ ഫസ്റ്റ് ഐസോകോണ്ട് മാപ്പ് പറയുമ്പോൾ ഓരോ ആദ്യത്തെ ഒരു ഐസോകോണ്ട് അതിന്റെ മുകളിൽ റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും ഐസോകോണ്ട് മാപ്പ് ഇങ്ങനെ കർവ് പോലെ കാണും. അപ്പൊ ഇങ്ങനെ സെറ്റ് ഓഫ് നമ്പർ ഓഫ് ഐസോകോണ്ട് മാപ്പ് റെപ്രസെന്റ് ചെയ്യണത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യണതിനെയാണ് എന്ത് പറയാ? ഐസോകോണ്ട് മാപ്പ് എന്ന് പറയാ. നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് ഐസോകോണ്ടില്. അതായത് ഐസോകോണ്ടിലെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുവെച്ചാൽ ഐസോകോൺസ് ആർ നെഗറ്റീവ്ലി സ്ലോപ്ഡ്. ഐസോകോൺസ് എങ്ങനെയാണ്? നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. അതായത് ഇത് കോൺവെക്സ് ഷേപ്പ് ഓഫ് ദി ഐസോകോണ്ട് ഇൻഡിക്കേറ്റ്സ് ദ നെഗറ്റീവ് സ്ലോപ്പ് അല്ലെ. ഒരു കോൺവെക്സ് ഷേപ്പ് ഓഫ് ഐസോകോൺസ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് സ്ലോപ്പ് ആണ്. ഇനി ഹയർ ഐസോകോണ്ട് റെപ്രസെന്റ് ചെയ്യേ ലാർജ് ഔട്ട്പുട്ട് അതായത് ഹയർ ലെവല് നമ്മുടെ ഐസോകോണ്ടുകള് ഹയർ ലെവലിലേക്ക് നീങ്ങും തോറും നമ്മുടെ ഐസോകോണ്ട് ഇങ്ങനെയാണെങ്കിൽ അത് ഹയർ ലെവലിലേക്ക് കടക്കും തോറും എന്താണ് ഉണ്ടാവുക? ഹയർ ലെവൽ ഓഫ് അല്ലെങ്കിൽ ലാർജ് ഔട്ട്പുട്ട് കിട്ടുന്നതാണ് അല്ലെ. റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും തോറും എന്താണ്? അതിന് ലാർജർ ഔട്ട്പുട്ട് നമുക്ക് ഔട്ട്പുട്ട് കൂടുതൽ കിട്ടുന്നുണ്ട് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഒരു സിംഗിൾ ഗ്രാഫില് നമ്മൾ എന്ത് ചെയ്യുന്നു? ഐസോകോണ്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഹയർ ലെവല് അതായത് ഹയർ ഐസോകോണ്ട് റെപ്രസെന്റ് ചെയ്യേ ലാർജർ ഔട്ട്പുട്ട്. ഹയർ ലെവലിൽ നിൽക്കുന്ന ഐസോകോണ്ട് എന്താണ്? നമുക്ക് ലാർജർ ഔട്ട്പുട്ട് ആണ് തരുന്നതെന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഐസോകോണ്ട് മൂവ് അപ്വേർഡ് ഓർ ഷിഫ്റ്റ് ടുവേർഡ്സ് ദി റൈറ്റ് മുകളിലേക്ക് നീങ്ങുന്നതോറും അല്ലെങ്കിൽ റൈറ്റ് വേർഡ്സ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? എക്സ്പാൻഷൻ ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് എന്താണ്? എക്സ്പാൻഷൻ ചെയ്യാണ് അല്ലെങ്കിൽ എന്താണ്? ലാർജർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയാണെന്നാണ് അർത്ഥം. നോ ടു ഐസോകോൺസ് കട്ട് ഓർ ഇന്റർസെക്ട് ഈച്ച് അതർ അല്ലെ. അതായത് രണ്ട് ഐസോകോൺസുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യില്ല അല്ലെ, അതേപോലെ കട്ട് ചെയ്യില്ല. കട്ട് ഓർ ഇന്റർസെക്ട് അതായത് രണ്ട് ഐസോകോണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് ഐസോകോൺസ് ആർ കോൺവെക്സ് ടു ദി ഒറിജിൻ അല്ലെ. ഐസോകോൺസ് എന്താണ്? ഒറിജിനിലേക്ക് കോൺവെക്സ് ഷേപ്പിലാണ് കിടക്കുക. ഐസോകോൺസ് ആർ കോൺവെക്സ് ടു ദി ഒറിജിൻ. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. അടുത്തതാണ് നമ്മളിപ്പോ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പഠിച്ചു. അതായത് ലോ ഓഫ് പ്രൊഡക്ഷന്റെ രണ്ടാമത്തേതാണ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ അല്ലെ. അതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് അതിൽ വരുന്നതാണ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയില്, അതേപോലെ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയില്, അതേപോലെ ഡിമിനിഷിംഗ് അല്ലെങ്കിൽ ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയില്. അതായത് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയില്, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയില്, ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയില്. അതിൽ ഫസ്റ്റ് പറഞ്ഞ നമ്മൾ എന്താണ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്താണെന്ന് നോക്കാം. റിട്ടേൺസ് ടു സ്കെയിൽ ഈസ് എ റേറ്റ് അറ്റ് വിച്ച് ഔട്ട്പുട്ട് ഇൻക്രീസസ് ആസ് ഇൻപുട്സ് ആർ ഇൻക്രീസ്ഡ് പ്രൊപ്പോർഷനേറ്റ്ലി. നമ്മളിപ്പോ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പൊ ഈ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്താണെന്ന് വെച്ചാൽ
ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് ലോങ് റണ്ണിലാണ്. മറ്റേ ഷോർട്ട് റണ്ണിലാണെങ്കിൽ ഇത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് പറയുന്നത്. ഇതിൽ ഇൻപുട്ടായ ലാൻഡിലും ക്യാപിറ്റൽ ആൻഡ് ലേബറിലോ രണ്ടിലും നമുക്ക് എന്തിലും മാറ്റം വരുത്താൻ കഴിയും. ഇൻപുട്സിലൊക്കെ മാറ്റം വരുത്താൻ കഴിയും. അപ്പൊ എല്ലാ ഇൻപുട്സിലും അതിൽ എന്താണ് മാറ്റം വരുത്താൻ കഴിയും. അങ്ങനെ എല്ലാ ഇൻപുട്സിലും ആനുപാതികമായ മാറ്റം വരുത്തുന്നതിലൂടെ അതിന്റെ പ്രൊഡക്ടിവിറ്റിയിൽ എന്തുണ്ടാവുന്നു, മാറ്റം വരുന്നു. അതാണ് ലോ ഓഫ് റിട്ടേൺസ് സ്കെയിൽ പറയുന്നത്. അതായത് ക്യാപിറ്റലിലായാലും ലേബറിലായാലും, അതായത് ലാൻഡിലാണെങ്കിലും ഏതിലാണെങ്കിലും ലേബറിലോ ക്യാപിറ്റലിലോ ഒക്കെ എന്താണ് ചേഞ്ച് വരുത്താൻ എന്തിന് പ്രൊഡ്യൂസർക്ക് കഴിയും. അപ്പൊ ഇങ്ങനെ ലോങ് റൺ പ്രൊഡക്ഷൻ ആണ് ഇത്. അപ്പോൾ ഇതിൽ ഈ ആനുപാതികമായ മാറ്റം ഈ ഇൻപുട്സിൽ വരുത്തുന്നതിലൂടെ അതിന്റെ പ്രൊഡക്ടിവിറ്റിയിൽ എന്തുണ്ടാവുന്നു, മാറ്റം ഉണ്ടാകുന്നു. അതാണ് ഈ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ പറയുന്നത്. അപ്പൊ ഇതിൽ 3 ഇത് പഠിക്കാനുണ്ട്. അതായത് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ പഠിക്കാണ്ട്, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ പഠിക്കാണ്ട്, ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ പഠിക്കാണ്ട്. അതിലിപ്പോ ആദ്യം പറയുന്നത് കണ്ടോ, ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. ഈ ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിലിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻപുട്ടിലുള്ള ആനുപാതികമായ മാറ്റം പ്രൊഡക്ടിവിറ്റിയിൽ എന്താണ് വളരെയധികം മാറ്റം, അതായത് ഈ ഇൻപുട്സിൽ ഉണ്ടാകുന്ന ഈ ആനുപാതികമായ മാറ്റം കൂടുതൽ ഔട്ട്പുട്ടിൽ മാറ്റങ്ങൾ വരുത്തുകയാണ്. അതായത് ഇൻപുട്ടിൽ ഉണ്ടാകുന്ന ആനുപാതികമായ മാറ്റം കൂടുതൽ ഔട്ട്പുട്ടിൽ മാറ്റം വരുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ കണ്ടോ, ഇവിടുന്നുള്ള ഗ്യാപ്പ് കണ്ടോ കൂടുതലാണ് അല്ലെ, ഇൻക്രീസ് ആണ് അല്ലെ ഇവിടുന്ന്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ അതായത് നമ്മളിപ്പോ ഇൻപുട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഇൻപുട്ടിലുള്ള ആനുപാതികമായ മാറ്റം എന്താണ് കൂടുതൽ. ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിലിന്റെ ഇനി 3 വേസ്, ഡിഫറെന്റ് വേസ് ആണ് പഠിക്കാനുള്ളത്. ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയില്, ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയില്, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയില്. അതിൽ ആദ്യത്തെ ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഇൻപുട്ടിലുള്ള ആനുപാതികമായ മാറ്റം, അതായത് ഇൻപുട്ടിലുള്ള ആനുപാതികമായ മാറ്റത്തെക്കാൾ കൂടുതൽ ഔട്ട്പുട്ടിൽ വരികയാണെങ്കിൽ അത് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിലാണ്. ഇനി നമ്മൾ ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിലുള്ള ആനുപാതികമായ മാറ്റത്തെക്കാൾ കുറവാണ് ഔട്ട്പുട്ടിൽ വരുന്നെങ്കിൽ അതെന്താണ് ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിലാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻപുട്ടിലുള്ള ആനുപാതികമായ മാറ്റത്തെക്കാൾ കൂടുതൽ എന്തിൽ വരികയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടിൽ വരികയാണെങ്കിൽ അത് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിലാണ്. അതായത് ഇൻപുട്ടിലുള്ള ആനുപാതികമായ മാറ്റത്തെക്കാൾ കുറവാണ് ഔട്ട്പുട്ടിൽ വരുന്നെങ്കിൽ അത് ഡിക്രീസിംഗ് റിട്ടേൺസ് സ്കെയിലാണ്. ഇൻപുട്ടും ഔട്ട്പുട്ടിലുള്ള ആ മാറ്റം അല്ലെ, ആ മാറ്റം ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ ഇതാണ്ടോ, ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ ഇതെന്താണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിലാണ്. കണ്ടോ ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ കൂടുതലാണ്, ഇവിടുത്തെ ഗ്യാപ്പ് കുറവാണ് അല്ലെ. കൂടുതലുള്ള ഈ പോർഷൻ എന്താണ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിലാണ്, ഈ കുറവുള്ള പോർഷൻ ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിലാണ്. ഇത് കണ്ടോ ഈക്വൽ ഉള്ളതാണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. അതായത് ഇവിടെ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ഉണ്ടാകുന്ന മാറ്റം എന്താണ് ഈക്വൽ ആണ്. അപ്പൊ ഇനി അടുത്തതാണ് ഐസോ കോസ്റ്റ്. ഐസോ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഐസോ കോണ്ട് പഠിച്ചു അല്ലെ, അതായത് പോസിബിൾ കോമ്പിനേഷൻ തരുന്നത് എന്താണ് ഗിവൻ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ ഏത് കോമ്പിനേഷൻസ് ഐസോ കോസ്റ്റിലെ ഏത് കോമ്പിനേഷൻ സെലക്ട് ചെയ്താലും നമുക്ക് അവിടെ കിട്ടുന്നത് ഒരേ കോസ്റ്റ് ആണ്. അപ്പൊ അതാണ് ഐസോ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഏത് കോമ്പിനേഷൻ സെലക്ട് ചെയ്താലും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് എന്താണ് സെയിം ലെവൽ ഓഫ് കോസ്റ്റ് ആണ് കിട്ടുന്നത്. അതാണ് ഐസോ കോസ്റ്റ്. An isocost line shows all possible combination of labor and capital that can be purchased for a given total cost. അതായത് C equal to WL plus RK. ഇനി ഐസോകോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇങ്ങനത്തെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഐസോകോസ്റ്റ് ലൈൻ ഷോ ചെയ്യുന്നത്. The slope of the isocost line is equal to delta K by delta L അല്ലെങ്കിൽ W by R. അതാണ് ഐസോകോസ്റ്റ് ലൈനിന്റെ സ്ലോപ്പ് കാണാൻ പറഞ്ഞാൽ ചെയ്യുക. എന്താണ് ഡെൽറ്റ K by ഡെൽറ്റ L അല്ലെങ്കിൽ W by R. ഇനി അടുത്താണ് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം. പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം പറഞ്ഞാൽ എന്താണ് ഇസ് എ പൊസിഷൻ ആണ് അല്ലെ. എന്താണ് അതായത് ആ പൊസിഷനിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല, ജസ്റ്റ് ആ ബാലൻസ് ഓർ അല്ല പറയുക. ഇക്വിലിബ്രിയം പറഞ്ഞിച്ചാൽ അവിടെ ആ ഒരു പൊസിഷൻ പറഞ്ഞിച്ചാൽ നമ്മള് ഇക്വിലിബ്രിയത്തിലാണ്, സന്തുലിതാവസ്ഥ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയും.
അപ്പൊ നമ്മളുടെ പ്രൊഡ്യൂസേഴ്സിന്റെ ഇക്വിലിബ്രിയം എന്തെന്ന് വെച്ചാൽ ഇനി അടുത്താണ് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം. എന്താണ് ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയം ഈസ് എ പൊസിഷൻ ഫ്രം വേർ ദി പ്രൊഡ്യൂസർ ഡസ് നോട്ട് വിഷ് ടു ചേഞ്ച്. അതായത് ആ പ്രൊഡ്യൂസർ ആ പോയിന്റിൽ നിൽക്കുമ്പോൾ എങ്ങോട്ടും മൂവ് ചെയ്യില്ല അല്ലെ. ഇക്വിലിബ്രിയം പറയുന്നത് എന്താണ്? ഇക്വിലിബ്രിയം ഈസ് എ പൊസിഷൻ ഫ്രം വേർ ദി പ്രൊഡ്യൂസർ ഡസ് നോട്ട് വിഷ് ടു ചേഞ്ച്. നമ്മുടെ ഇനി ഇക്വിലിബ്രിയം സിറ്റുവേഷൻ, ഇക്വിലിബ്രിയം ഉള്ള സിറ്റുവേഷനിൽ ദി പ്രൊഡ്യൂസർ പ്രൊഡ്യൂസേഴ്സ് ദി ഐഡിയൽ ഔട്ട്പുട്ട് അറ്റ് എ മിനിമം കോസ്റ്റ് അല്ലെ. നമ്മൾ എന്താണ് അദ്ദേഹം ആ പൊസിഷനിൽ പ്രൊഡ്യൂസർ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമില് ആ പൊസിഷനിൽ നിൽക്കുമ്പോൾ അല്ലെ എന്ത് ചെയ്യാ, അയാള് ഐഡിയൽ ഔട്ട്പുട്ട് ആയിട്ട് മിനിമം കോസ്റ്റില് അല്ലെ, നമുക്ക് ലാഭം കിട്ടണമെങ്കിൽ മിനിമം കോസ്റ്റില് അല്ലെ, ആ മിനിമം കോസ്റ്റില് അയാൾക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടണം. അതാണ് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയത്തിൽ പറയുന്നത്. അപ്പൊ ഈ ഇക്വിലിബ്രിയം പറഞ്ഞാൽ നമുക്ക് പറയാം ആ ഒരു പോയിന്റിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ പാടില്ല അല്ലെ. ഇക്വിലിബ്രിയം പോയിന്റിലാണ് ആ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം പോയിന്റിലാണെന്ന് പറയുമ്പോൾ ആ പോയിന്റിൽ നിന്ന് പ്രൊഡ്യൂസർ എന്ത് ചെയ്യാൻ പാടില്ല, ചേഞ്ച് ആവാൻ പാടില്ല. അപ്പൊ നമ്മള് അറ്റ് ദി പോയിന്റ് ഈ പോയിന്റിൽ എന്താണ് സംഭവിക്കുന്നത്? അതായത് സ്ലോപ്പ് ഓഫ് ദി ഐസോകോണ്ടും സ്ലോപ്പ് ഓഫ് ദി ഐസോകോസ്റ്റ് ലൈനും എന്ത് ചെയ്യുന്നു? ഈക്വൽ ആകുന്നു. ആ ഒരു പോയിന്റ് ആണ് എന്ത്? ഇക്വിലിബ്രിയം പോയിന്റ് ഇ അല്ലേ. അതായത് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം പറയുന്നത് ഐസോകോസ്റ്റ് അല്ലെങ്കിൽ ഐസോകോൺ ടാൻജന്റ് ടു ദി ഐസോകോസ്റ്റ് ടാൻജന്റ് ടു ദി ഐസോകോണ്ട്. ആ ഒരു പോയിന്റിലാണ് എന്താ ഇക്വിലിബ്രിയം ആവുന്നത്. അതായത് അറ്റ് ദി പോയിന്റ് ഇ സ്ലോപ്പ് ഓഫ് ദി ഐസോകോണ്ട് ഈസ് ഈക്വൽ ടു ദി സ്ലോപ്പ് ഓഫ് ദി ഐസോകോസ്റ്റ് ലൈൻ അല്ലെ. ഇനി ഇതിൽ വേറൊന്ന് പറയാനുള്ളത്, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ലേബർ ഫോർ ക്യാപിറ്റൽ ഈക്വൽ ആണ് എന്തിന്? റേഷ്യോ ഓഫ് പ്രൈസ് ഓഫ് ലേബർ ടു ദി പ്രൈസ് ഓഫ് ക്യാപിറ്റലിന്. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം പറയുമ്പോൾ ഏറ്റവും നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ലേബർ ഫോർ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് പ്രൈസ് ഓഫ് ലേബർ ടു ദി പ്രൈസ് ഓഫ് ക്യാപിറ്റൽ അല്ലേ. അപ്പൊ അതെന്താണ്? സിംപ്ലി പറയുകയാണെങ്കിൽ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ഈക്വൽ ടു പ്രൈസ് റേഷ്യോ ഓഫ് ദി ഫാക്ടേഴ്സ് അല്ലേ. നമ്മളിപ്പോ MRTS is equal to എന്താണ്? പ്രൈസ് റേഷ്യോ ഓഫ് ദി ഫാക്ടേഴ്സ്. അതാണ് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയത്തിൽ പറയുന്നത്. അപ്പൊ ഇക്വിലിബ്രിയം പോയിന്റിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതായത് MRTS is equal to പ്രൈസ് റേഷ്യോ ഓഫ് ദി ഫാക്ടർ. അതാണ് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയത്തിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പോർഷനിൽ എന്താണ്? ലോ ഓഫ് പ്രൊഡക്ഷൻ രണ്ടെണ്ണുണ്ട്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനും ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിലും ആണ് പഠിച്ചത് അല്ലേ. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ഉള്ളത് ഏതാന്ന് വെച്ചാൽ നമ്മൾ ആ സ്റ്റേജുകൾ, ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് ആണ്. അതിൽ ഒരു പ്രൊഡ്യൂസർ ആണെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് ആണ് സെലക്ട് ചെയ്യാണെന്നാണ് പറഞ്ഞ്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ഐസോകോണ്ട് പഠിച്ചു അല്ലേ. പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ് എന്താ തരുന്നത്? സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് അല്ലേ. നമുക്ക് ആ ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് നമുക്ക് എന്താണ്? സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ് തരുന്നതെങ്കിൽ അത് തന്നെ എന്ത് വിളിക്കും? ഐസോകോണ്ട് ആണ്. ഐസോകോണ്ട് കർവ് പറയുന്നത് കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ്. പിന്നെ ഒരു എ സെറ്റ് ഓഫ് ഐസോകോണ്ടിനെ എന്ത് പറയും? ഐസോകോണ്ട് മാപ്പ് എന്ന് പറയും. മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഈ സ്ലോപ്പ് ഓഫ് ഐസോകോണ്ട്. ഐസോകോണ്ടിന്റെ സ്ലോപ്പിനെയാണ് എന്ത് പറയാ? മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നത് ഐസോകോണ്ടിന്റെ സ്ലോപ്പ് ആണ്. MRTS ഈസ് എ സ്ലോപ്പ് ഓഫ് ഐസോകോണ്ട്. ഇനി ഐസോകോസ്റ്റ് ലൈൻ പഠിച്ചു. എന്താണ് ഐസോകോസ്റ്റ് പറഞ്ഞു? ഡിഫറെന്റ്, അതായത് ഇതേപോലെ ഓൾ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് അല്ലെ ഇൻപുട്സ്, അത് നമുക്ക് എന്താണ്? സെയിം ലെവൽ ഓഫ് കോസ്റ്റ് അല്ലെ തരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതായത് ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ദാറ്റ് ക്യാൻ ബി പർച്ചേസ്ഡ് ഫോർ എ ഗിവൺ ടോട്ടൽ കോസ്റ്റ് അല്ലെ. നമ്മൾ പിന്നെ പഠിച്ചു പ്രൊഡ്യൂസേഴ്സിന്റെ ഇക്വിലിബ്രിയം. അതാണ് പിന്നെ പഠിച്ചത്. അതായത് നമ്മൾ ഐസോകോസ്റ്റില് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. C ഈക്വൽ ടു WL പ്ലസ് RK അല്ലെ. അതിൽ ഈ WL എന്ന് പറയുന്നത് ലേബർ കോസ്റ്റും RK എന്ന് പറയുന്നത് ക്യാപിറ്റൽ കോസ്റ്റ് ആണ്. C എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. അപ്പൊ നമ്മള് ഇതോടെ ഈ ചാപ്റ്റർ കഴിയാണ്. താങ്ക് യു.